നമസ്കാരം. പൊട്ടിത്തെറിക്കുന്ന ബോംബറുകളും ചൈനയുടെ ഡ്രാഗണും. അമേരിക്ക ചൈന യുദ്ധം ലോകത്തിന്റെ അന്ത്യം കുറിക്കും. ലോകത്തിന്റെ ശക്തി സമവാക്യങ്ങൾ ഇപ്പോൾ മേശപ്പുറത്തെ നയതന്ത്ര ചർച്ചകളിൽ നിന്ന് മാറിയിരിക്കുന്നു. ആകാശത്തെ അദൃശ്യമായ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളിലേക്കും സമുദ്രത്തിനടിയിലെ അതിമാരക മിസൈലുകളിലേക്കും ഇപ്പോൾ അതൊക്കെ വഴിമാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് പതിറ്റാണ്ടുകളായി ലോകത്തെ അടക്കി ഭരിച്ച അമേരിക്കൻ കരുത്ത്, മറുവശത്ത് ആരെയും അറിയിക്കാതെ സൈനിക സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിച്ച അടുത്ത സൂപ്പർ പവർ എന്ന സിംഹാസനത്തിലേക്ക് അതിവേഗം നടന്നു കയറുന്ന ചൈന. അങ്ങനെ ഈ രണ്ട് മഹാശക്തികളും തമ്മിലുള്ള മത്സരം ഇനി വെറും സാമ്പത്തിക പോരാട്ടമല്ല, മറിച്ച് അത് ലോകത്തിന്റെ അന്ത്യം കുറിക്കാൻ ശേഷിയുള്ള ഒരു രണ്ടാം ശീതയുദ്ധത്തിന്റെ വിളംബരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലരും കരുതിയതുപോലെ ചൈന ഇപ്പോൾ വെറും ഒരു സാമ്പത്തിക ശക്തി മാത്രമല്ല, ശത്രുവിന്റെ റഡാറുകളെ കണ്ണുവെട്ടിച്ച് പറക്കുന്ന വിമാനങ്ങളും ഭൂഖണ്ഡങ്ങൾ അടക്കം അത് താണ്ടി കൃത്യമായിട്ട് ലക്ഷ്യത്തിലെത്തുന്ന ഹൈപ്പർസോണിക് മിസൈലുകളും ചൈനയുടെ ആയുധപ്പുരയിൽ നിറയുകയാണ്. ഇതിനിടയിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ ആ പ്രതിരോധ റിപ്പോർട്ട് പുറത്തു വരുന്നത്, ചൈനയുടെ ഡ്രാഗൺ കരുത്തിനെ തടഞ്ഞു നിർത്തുവാൻ അമേരിക്കയ്ക്ക് ഇനി 200 B-21 സ്റ്റെൽത്ത് ബോംബറുകളും 185 F-47 ആറാം തലമുറ യുദ്ധവിമാനങ്ങളും അത്യാവശ്യമാണ് എന്നതാണ്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ സൈന്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ വ്യോമസേന പോലും ഇത്രയും ഭീമമായിട്ടുള്ള ആയുധശേഖരം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ചൈന പടുത്തുയർത്തിയിരിക്കുന്ന സൈനിക സാമ്രാജ്യം അത് എത്രത്തോളം വലുതായിരിക്കും എന്ന് ചിന്തിക്കുക. പസഫിക് സമുദ്രത്തിലെ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു കൊടുങ്കാറ്റായി ചൈന വിശ്വരൂപം പൂണ്ടുകഴിഞ്ഞു. ഇതാണ് വ്യക്തമാക്കുന്ന സൂചനകൾ എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എയർഫോഴ്സ് ആൻഡ് സ്പേസ് അസോസിയേഷൻ, അവരുടെ മിച്ചൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എയ്റോസ്പേസ് സ്റ്റഡീസ് ആണ്. സ്ട്രാറ്റജിക് അറ്റാക്കിൽ പ്രിസർവിംഗ് ദ എയർഫോഴ്സ് ദ എബിലിറ്റി ടു ഡിനെ എനിമി സാങ്ച്വറീസ് എന്ന തലക്കെട്ടിലാണ് പഠനം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ പ്രതിരോധ മേഖലയിൽ ഏറെ പ്രാധാന്യമുള്ള ഈ റിപ്പോർട്ട് അമേരിക്കൻ എയർഫോഴ്സിലെ മുൻ ഉദ്യോഗസ്ഥരും പ്രതിരോധ തന്ത്ര വിദഗ്ധരുമായിട്ടുള്ള കേണൽ മാർക്ക് എ ഗൺസിംഗർ, ഗീതർ ആർ പെനി എന്നിവരുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കപ്പെട്ടത്. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വെറും ആയുധങ്ങളുടെ എണ്ണം സംബന്ധിച്ച ചർച്ചകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് അമേരിക്കൻ വ്യോമസേനയുടെ ഭാവി തന്ത്രപരമായിട്ടുള്ള ആക്രമണശേഷി എങ്ങനെ നിലനിർത്തണം എന്നതാണ് ഇതിന്റെ ആഴത്തിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. ചൈനയുടെ സൈനിക ശക്തി വികസനം കഴിഞ്ഞ വർഷങ്ങളായിട്ട് അതിവേഗത്തിലാണ് മുന്നേറുന്നത്. പ്രത്യേകിച്ച് ചൈന നടത്തുന്ന സൈനിക പരേഡുകൾ പ്രദർശിപ്പിക്കുന്ന പുതിയ ആയുധ സംവിധാനങ്ങൾ ലോകത്തെ തന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട്. കപ്പൽ വിരുദ്ധ മിസൈലുകൾ, ഹൈപ്പർസോണിക് ആയുധങ്ങൾ, അത്യാധുനിക യുദ്ധ ഡ്രോണുകൾ, ആണവായുധ വിന്യാസത്തിന് ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി നൂതന സാങ്കേതിക വിദ്യകളാണ് ചൈനയുടെ ആയുധ ശേഖരത്തിലേക്ക് ചേർക്കപ്പെടുന്നത്. ഇവയിൽ ചിലത് തായ്വാന് മാത്രമല്ല പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ആക്രമിക്കുവാൻ ശേഷിയുള്ളതാണ് എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഇതോടുകൂടി തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാങ്കല്പിക സംഘർഷം യാഥാർത്ഥ്യമായി മാറിയാൽ അമേരിക്കയ്ക്ക് വെല്ലുവിളിയായി തീരേണ്ടി വരും, അല്ലെങ്കിൽ ആ വെല്ലുവിളി നേരിടേണ്ടി വരും എന്നുള്ള ഒരു ആശങ്ക ശക്തമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ എയർ ഡൊമിനൻസ് എന്ന ആശയം വീണ്ടും പരീക്ഷിക്കപ്പെടുന്നത്. ശത്രുവിന്റെ വ്യോമ പ്രതിരോധം തകർക്കുകയും ദൂരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് കടന്ന് ആക്രമണം നടത്തുകയും സമുദ്രത്തിലെയും കരയിലെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ തകർക്കുകയും ചെയ്യുന്ന ശേഷിയാണ് അമേരിക്കയുടെ വ്യോമശക്തിയുടെ അടിസ്ഥാന തൂൺ. എന്നാൽ ചൈനയുടെ മിസൈൽ ശേഷി വർദ്ധിപ്പിച്ചതോടെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും കപ്പൽ സംഘങ്ങൾക്കും സുരക്ഷിതമായിട്ടുള്ള സാങ്ച്വറി മേഖലകൾ കുറയുകയാണ്. മുമ്പ് അമേരിക്കയ്ക്ക് സുരക്ഷിതമായിരുന്നതായിട്ട് കരുതിയിരുന്ന ചില മേഖലകൾ പോലും ഇനി ചൈനയുടെ ആക്രമണ പരിധിയിലായിരിക്കും. ഇതാണ് റിപ്പോർട്ട് ഉന്നയിക്കുന്ന പ്രധാന ആശങ്ക എന്ന് പറയപ്പെടുന്നത്. റിപ്പോർട്ട് കാണിക്കുന്നത് പോലെ അമേരിക്കയുടെ നിലവിലെ പദ്ധതി കുറഞ്ഞത് 100 B-21 റൈഡർ പുതുതലമുറ സ്റ്റെൽത്ത് ബോംബറുകൾ വാങ്ങുക എന്നതാണ്. കൂടാതെ F-47 എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പുതിയ ആറാം തലമുറ യുദ്ധവിമാനം, ആ യുദ്ധവിമാന പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 185 വിമാനങ്ങൾ കൂടി വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ റിപ്പോർട്ട് പറയുന്നത് ഈ എണ്ണം പ്രാധാന്യമുള്ളതായിരുന്നാലും ചൈന പോലുള്ള ശക്തമായിട്ടുള്ള ശത്രുവിനെ നേരിടുവാൻ ഇത് ബാധകമാകില്ല, അല്ലെങ്കിൽ മതിയാകില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു തായ്വാൻ സംഘർഷത്തിൽ ചൈനയുടെ ഭൂഖണ്ഡത്തിൽ നിന്നും മിസൈൽ ആക്രമണങ്ങൾ നടത്തുവാനുള്ള ശേഷി നിൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് ചൈനയുടെ ആക്രമണ കേന്ദ്രങ്ങളെ സാങ്ച്വറിയായി നിലനിർത്താൻ അനുവദിക്കാനാവില്ല എന്നതാണ്. അപ്പോൾ ഇവിടെ ശത്രുവിന്റെ സുരക്ഷിത കേന്ദ്രങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിൽ ആക്രമണം നടത്തുവാനുള്ള ശക്തി
അത് അമേരിക്കൻ വ്യോമസേനയ്ക്ക് ഉണ്ടായിരിക്കണമെന്നതാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് തന്ത്രപരമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്. ഇവിടെ B-21 ബോംബറിന്റെ പ്രാധാന്യം അതീവ നിർണായകമാണ്. B-21 റൈഡർ എന്നത് അമേരിക്ക വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ തലമുറ സ്റ്റെൽത്ത് ബോംബറാണ്. റഡാറിൽ പിടികൂടാൻ കഴിയാത്ത രീതിയിലുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ദീർഘദൂരത്തിൽ ആക്രമണം നടത്തുവാനുള്ള കഴിവും ആണവ സാധാരണ ആയുധങ്ങൾ രണ്ടും വഹിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ശേഷി ഈ വിമാനത്തിലെ ഭാവിയിലെ യുദ്ധഭൂമിയിലെ പ്രധാന ആയുധമാക്കുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതേസമയം റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന F-47 എന്നത് അമേരിക്കയുടെ ഭാവിയിലെ 6ാം തലമുറ യുദ്ധവിമാന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണ് എന്നും ഇത് പരമ്പരാഗത ഫൈറ്റർ ജെറ്റുകൾ പോലെ മാത്രം പ്രവർത്തിക്കുന്നതല്ല, മറിച്ച് നെറ്റ്വർക്ക് സെൻട്രിക് ആയിട്ടുള്ള യുദ്ധകാലത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്ന, ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ദീർഘദൂരത്തിൽ ആക്രമണവും പ്രതിരോധവും ഒരുപോലെ നടത്താൻ കഴിയുന്ന ഒരു അത്യാധുനിക വ്യോമയാന സംവിധാനമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വിമാനങ്ങൾ അമേരിക്കയ്ക്ക് ആകാശ മേധാവിത്വം നിലനിർത്തുവാനും ചൈനയുടെ ഫൈറ്റർ ഫ്ലീറ്റിനെയും എയർ ഡിഫൻസ് നെറ്റ്വർക്കിനെയും നേരിടാനും നിർണായകമാകുമെന്നതാണ്. അപ്പോൾ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആശയം വളരെ വ്യക്തമാണ്. ചൈനയുടെ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള മിസൈൽ ആക്രമണ ശേഷി തുടർന്നാൽ അമേരിക്കയ്ക്ക് തായ്വാനെ സംരക്ഷിക്കാൻ പോലും പ്രയാസമാകും. കാരണം ചൈനയ്ക്ക് അഥവാ ആന്റി അക്സസ് ഏരിയൽ ഡിനിയൽ എന്ന പേരിൽ അറിയപ്പെടുന്ന തന്ത്രപരമായിട്ടുള്ള പ്രതിരോധ ചട്ടക്കൂട് ശക്തമായിട്ട് വികസിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതിലൂടെ അമേരിക്കൻ വിമാനങ്ങളുടെയും കപ്പലുകളുടെയും തായ്വാനിലേക്കോ ചൈനയുടെ സമീപ മേഖലകളിലേക്കോ അടുക്കാൻ ചിലപ്പോൾ അനുവദിക്കാതിരിക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ അമേരിക്കയ്ക്ക് കൂടുതൽ സ്റ്റെൽത്ത് ബോംബറുകളും ഒപ്പം തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റുകളും ആവശ്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു യുദ്ധ സാഹചര്യത്തിൽ വിമാനം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. അതിനാൽ തന്നെ കുറഞ്ഞ എണ്ണം വിമാനങ്ങൾ മാത്രം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് ദീർഘകാലമായി യുദ്ധം തുടരാൻ സാധിക്കില്ല. ചൈനയുടെ ഈ പറയുന്ന ആക്രമണശേഷി തകർക്കുവാൻ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾ ആവശ്യമാകും. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണം വിമാനങ്ങളും ആയുധങ്ങളും പൈലറ്റുകളും പരിപാലന സൗകര്യങ്ങളും അമേരിക്കയ്ക്ക് വേണം. അപ്പോൾ ഈ യാഥാർത്ഥ്യമാണ് റിപ്പോർട്ട് അക്കങ്ങളിലൂടെ തുറന്നു കാട്ടുന്നത്. റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് യൂറോഏഷ്യൻ ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് നിലവിൽ USAF പരിഗണിക്കുന്ന 100 B-21 185 F-47 എന്ന എണ്ണം ഭാവിയിലെ വലിയൊരു അമേരിക്കൻ ചൈന സംഘർഷത്തിൽ അപര്യാപ്തമാകുമെന്നാണ്. അതിനാൽ ഈ പറയുന്ന B-21 ബോംബറുകളുടെ എണ്ണം കുറഞ്ഞത് 200ആയി വർദ്ധിപ്പിക്കണമെന്നും ഫൈറ്റർ എന്ന് പറയപ്പെടുന്നത് ശേഷി കൂട്ടുന്നതിനായിട്ട് ഉള്ള 6ാം തലമുറ വിമാനങ്ങളുടെ എണ്ണം കൂടുതൽ ഉയർത്തണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിർദ്ദേശം വെറും ഒരു കണക്കുകൂട്ടൽ മാത്രമല്ല, മറിച്ച് ചൈനയുടെ സാമ്പത്തിക വികസന വേഗത കണക്കിലെടുത്തുള്ള ഒരു സ്ട്രാറ്റജിക് മുന്നറിയിപ്പായി തന്നെയാണ് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒരു അമേരിക്കയുടെ പ്രതിരോധ മേഖലയിൽ പുതിയൊരു ഉണർവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം അമേരിക്കയ്ക്ക് ഇന്ന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളി എന്ന് പറയപ്പെടുന്ന ഒരു സാധാരണ ശത്രുവല്ല, മറിച്ച് സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടും സൈനികമായിട്ടും അതിവേഗം വളരുന്ന ഒരു സമാന ശക്തിയാണ് ചൈന. അപ്പോൾ അതിനാൽ തന്നെ പഴയ യുദ്ധമാതൃകൾ ഇനി മതിയാകില്ല എന്നും കൂടുതൽ വലിയ വിമാന ഫ്ലീറ്റ്, കൂടുതൽ ദീർഘദൂര ആക്രമണശേഷി, കൂടുതൽ സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങി എന്നിവയ്ക്ക് അനിവാര്യമാണ് പുതിയ റിപ്പോർട്ട് എന്ന് ചൂണ്ടിക്കാട്ടും. അങ്ങനെ ആകെ വിലയിരുത്തുമ്പോൾ B-21 ബോംബറുകളും F-47 പോലുള്ള 6ാം തലമുറ യുദ്ധവിമാനങ്ങളും സംബന്ധിച്ച ഈ റിപ്പോർട്ട് ഒരു സൈനിക വാങ്ങൽ നിർദ്ദേശമല്ല, മറിച്ച് അമേരിക്കയുടെ ഭാവിയിലെ യുദ്ധതന്ത്രത്തിന്റെ ദിശയെക്കുറിച്ചുള്ള ഒരു ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ്. തായ്വാനെ ചുറ്റിയുള്ള സംഘർഷം എന്ന് പറയപ്പെടുന്ന യാഥാർത്ഥ്യമാകുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ആക്രമണ കേന്ദ്രങ്ങളെ സുരക്ഷിത അഭയകേന്ദ്രങ്ങളായി നിലനിർത്തുവാൻ അനുവദിക്കാതെ ഒപ്പം തന്നെ അവയെ നേരിട്ട് ലക്ഷ്യമിട്ട് ആക്രമിക്കുവാൻ അമേരിക്കയ്ക്ക് കഴിവുണ്ടാകണമെന്നാണ് റിപ്പോർട്ടുകളിൽ മുഖ്യ സന്ദേശം. അപ്പൊ അതിന് ആവശ്യമായത് കൂടുതൽ ബോംബറുകളും കൂടുതൽ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളുമാണ് എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ ലോകം വീണ്ടും ഒരു വലിയ ആയുധ മത്സരം കാണാനിരിക്കുകയാണോ എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അമേരിക്കയുടെ പൊട്ടിത്തെറിക്കുന്ന സ്റ്റെൽത്ത് ബോംബറുകളും ചൈനയുടെ ഡ്രാഗണും ഒക്കെ മത്സരിക്കുമ്പോൾ ലോകമഹായുദ്ധത്തിലേക്ക് അത് കടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വന്നാൽ തന്നെ അമേരിക്ക ചൈന യുദ്ധം എന്ന് പറയുന്നത് ലോകത്തിന്റെ അന്ത്യം കുറിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല.